ഈ തണുപ്പ് കൂടുന്ന ക്ലൈമറ്റിൽ പലതരത്തിലുള്ള ശരീരവേദനകൾ ഉണ്ടാവാറുണ്ട്. ഈ സമയത്ത് ഒരു സ്പെഷ്യൽ കെയർ ശരീരത്തിന് കൊടുക്കേണ്ടത് ആവശ്യം തന്നെയാണ്. കൃത്യമായ വൈദ്യപരിശോധനയിലൂടെ ഓരോരുത്തരുടെയും ശരീരത്തിന് യോജിക്കുന്ന വിധത്തിലുള്ള ചികിത്സകളാണ് ചെയ്യേണ്ടത്. മഴക്കാലം പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ്. മഴയും തണുപ്പും പ്രകൃതിയൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കുന്ന സമയം. എന്നാൽ ചിലർക്കെങ്കിലും ഇതൊരു അസുഖകാലമാണ്. എന്തുകൊണ്ടായിരിക്കും? ഈ മൺസൂൺ സമയം ഒരു ട്രാൻസിഷൻ പീരീഡായിട്ടാണ് പറയുന്നത്. അതായത് കനത്ത ചൂടിൽ നിന്നും മഴയിലേക്കുള്ള മാറ്റം നമ്മുടെ ശരീരത്തിലും ഒരുപാട് മാറ്റം വരുത്തുന്നു. അതുകൊണ്ട് ശരീരത്തിന് ഈ ഒരു കാലാവസ്ഥ വളരെ മോശപ്പെട്ട അവസ്ഥയാണ്. ഈ മൺസൂൺ സമയത്ത് നമ്മുടെ അന്തരീക്ഷം വളരെ ഈർപ്പം കൂടിയതായിരിക്കും. അതുകൊണ്ട് തന്നെ ദഹന സംബന്ധമായ പല പ്രശ്നങ്ങളും ഉണ്ടാവാം. വിശപ്പില്ലായ്മ, നെഞ്ഞെരിച്ചിൽ, അസിഡിറ്റി, ഗ്യാസ് ട്രബിൾ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട്. ഈ തണുപ്പ് കൂടുന്ന ക്ലൈമറ്റിൽ പലതരത്തിലുള്ള ശരീരവേദനകൾ ഉണ്ടാവാറുണ്ട്. സന്ധിവേദന, പേശിവേദന, കൈകാൽ തരിപ്പ്, മരവിപ്പ് തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ കാണാം. അതേപോലെ തന്നെ ഈ ഒരു കാലാവസ്ഥയിൽ ബാക്ടീരിയാസും അതുപോലെ തന്നെ ഫംഗസൊക്കെ ധാരാളം വളരാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് പലതരത്തിലുള്ള സ്കിൻ ഇൻഫെക്ഷൻസും വരും. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ചൊറിച്ചിലും കുരുക്കളുമൊക്കെ ഉണ്ടാവാറുണ്ട്. അതേപോലെ ഈ സമയത്ത് രോഗപ്രതിരോധ ശേഷി വളരെ കുറവായിരിക്കും. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസിന് ചാൻസ് ഉണ്ട്. ജലദോഷം, ചുമ, പനി തുടങ്ങിയ ബുദ്ധിമുട്ടുകളെല്ലാം വരും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സമയത്ത് നമ്മുടെ ബോഡി ടോട്ടലി ഒരു ഇംബാലൻസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനാണ്. സോ ഈ സമയത്ത് ഒരു സ്പെഷ്യൽ കെയർ ശരീരത്തിന് കൊടുക്കേണ്ടത് ആവശ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആയുർവേദത്തിൽ ഈ മൺസൂൺ സമയത്തെ വിവിധ ശോധന ചികിത്സകൾക്കുള്ള ഒരു സമയമായിട്ടാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും അതേപോലെ ശരീരത്തിന് ബലം കൊടുക്കാനും ആയുർവേദത്തിൽ പറയുന്ന അഭ്യംഗം, സ്വേദനം, നവരക്കിഴി തുടങ്ങിയ എല്ലാ ചികിത്സകളും ഈ സമയത്ത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതേപോലെ ആരോഗ്യമുള്ള എല്ലാ ആളുകൾക്കും അതുപോലെ നിലനിർത്താൻ ഈ സമയത്ത് ആയുർവേദ ചികിത്സകൾ ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയാണ്. എന്നാൽ വെറുതെ ഒരു എണ്ണ തടവലല്ല. കൃത്യമായ വൈദ്യപരിശോധനയിലൂടെ ഓരോരുത്തരുടെയും ശരീരത്തിന് യോജിക്കുന്ന വിധത്തിലുള്ള ചികിത്സകളാണ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ അതൊരു ദീർഘകാലത്തേക്കുള്ള ശരീര സംരക്ഷണത്തിൻ്റെ തുടക്കമാവുകയുള്ളൂ. അപ്പോൾ എത്ര തിരക്കുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് നമ്മുടെ ശരീര സംരക്ഷണത്തിന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കൂ.